8 വർഷം മുൻപാണ് മുക്കം ഫയർഫോഴ്സിന്റെ കെട്ടിടം പണിതത്. കെട്ടിടമൊക്കെ ഉണ്ടാക്കിയെങ്കിലും കുടിവെള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 8 വർഷം ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ കുടിവെള്ളത്തിനായി ആശ്രയിച്ചത് തൊട്ടടുത്ത വീടുകളെയാണ്. ഇപ്പോൾ ഇവിടെയുള്ള ജീവനക്കാർക്ക് ആശ്വാസമായി മാറിയതാകട്ടെ മുക്കം സ്വദേശിയായ KP അനിൽകുമാറും ഭാര്യ അരുണയുമാണ്. അവരുടെ 25ാം വിവാഹ വാർഷിക ദിനത്തിൽ മുക്കം നഗരസഭയുടെ പൊതുകിണർ വൃത്തിയാക്കി മോട്ടോർ പമ്പ് സ്ഥാപിച്ചു നൽകുകയും ചെയ്തു. നാട്ടുകാരുടെ ജീവൻ രക്ഷിക്കാൻ സദാ പാടുപെടുന്ന ഈ ഫയർഫോഴ്സ് ജീവനക്കാർക്ക് അവർക്ക് കുടിവെള്ളം കൊടുക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് കാണുന്നു. അതും പ്രത്യേകിച്ചും ഞങ്ങളുടെ ഈ 25ാം വിവാഹവാർഷികം ആഘോഷിക്കുന്ന ഈ ദിവസം തന്നെ അത് ചെയ്യാൻ പറ്റിയാൽ വളരെ സന്തോഷം. ഏറെ നാളത്തെ പ്രതിസന്ധി പരിഹരിച്ചതിന്റെ സന്തോഷത്തിലാണ് ജീവനക്കാർ. കേക്ക് മുറിച്ചും മധുരം പങ്കുവെച്ചുമെല്ലാം അവർ സന്തോഷം പങ്കിട്ടു. അനിൽകുമാറും അരുണയും ചേർന്ന് സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിച്ചു. പല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷം 25ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന അനിലേട്ടനും അരുണ ടീച്ചറും ഈ ഒരു ഉദ്യമത്തിൽ നമ്മോട് പങ്കുചേർന്ന് അവർ പമ്പ് സെറ്റും ഇതെല്ലാം വെച്ച് തന്നു. വന്നു പോകുന്ന നമ്മുടെ ജീവനക്കാർക്ക് കുടിവെള്ളം ഒരുക്കാനുള്ള മഹത്തായ കാര്യമാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിന് അവരുടെ മുക്കം ഫയർ സ്റ്റേഷന്റെ എല്ലാ നന്ദിയും അറിയിക്കും. ഓരോ വിവാഹ വാർഷികവും വ്യത്യസ്തതകൾ കൊണ്ട് മനോഹരമാക്കി മാറ്റുകയാണ് ഈ ദമ്പതികൾ. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. സാധാരണ നമ്മുടെയൊക്കെ സ്വകാര്യ വിശേഷങ്ങളെല്ലാം സ്വന്തം വീട്ടിലൊരു കേക്ക് മുറിച്ച് ഒരു പായസം വെച്ച് പരസ്പരം അങ്ങനെ ആഘോഷിക്കാനാണ് നമ്മളെപ്പോഴും താല്പര്യപ്പെടാറുള്ളത്. പക്ഷേ ആ ദിവസം മറ്റുള്ളവർ കൂടി ഓർത്തു വെക്കുന്ന രീതിയിൽ ഗംഭീരമായി ആഘോഷിക്കുകയാണ് ഈ ദമ്പതികൾ. നമ്മളോടൊപ്പം ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, അവർക്ക് വലിയൊരു കയ്യടി അർഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എന്തായാലും തീർച്ചയാണ്. മറ്റുള്ളവർ കൂടി അവരുടെ സന്തോഷപ്പെട്ട ആ ഒരു ദിവസം ഓർത്തിരിക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാര്യമായി അവർ ചിന്തിക്കുന്നത്. അപ്പോൾ പറയൂ അവരുടെ കഥ. ഇതിനു മുൻപുള്ള വിവാഹ വാർഷികമൊക്കെ അവരെങ്ങനെയാണ് ഗംഭീരമായി ആഘോഷിച്ചത്? ഒരു കേക്ക് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ആഘോഷിക്കുക എന്നതിലുപരി കഴിവുള്ളവർക്ക് വേണമെങ്കിൽ ഇങ്ങനെയുമൊക്കെ വിവാഹ വാർഷികാഘോഷങ്ങൾ നടത്താം എന്നുള്ള ഒരു മാതൃകയാണ് ഈ ദമ്പതികൾ നമുക്ക് കാണിച്ചു തരുന്നത് എന്ന് വേണം ആദ്യം പറയാൻ. അവരാദ്യമായിട്ടല്ല ഇത്തരത്തിൽ അവരുടെ വിവാഹ വാർഷികം ആഘോഷം വ്യത്യസ്തമാക്കുന്നത്. മുൻ വർഷങ്ങളിലും ഇതേ അഗ്നിരക്ഷാസേന യൂണിറ്റിന് തന്നെ മുക്കം ഫയർഫോഴ്സിന് തന്നെ ഇത്തരത്തിൽ അവർക്ക് ആവശ്യമായ റോപ്പ് പോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തും അവർ ഇത്തരത്തിൽ വിവാഹ വാർഷികാഘോഷമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇത്തവണ 25ാം വാർഷിക ആഘോഷിക്കുന്ന സമയത്ത് അവരുടെ മുൻപിൽ ഒരു പരാതിയായി അതായത് ഒരാവശ്യമായി അവരുടെ മുൻപിൽ എത്തിയിരുന്നത് ഒരു പക്ഷേ ഇതായിരുന്നു. ഈ കുറേ വർഷങ്ങളായിട്ട് ഇവർ അനുഭവിക്കുന്ന ഒരു കുടിവെള്ള പ്രശ്നം. പലപ്പോഴും അവർക്ക് വെള്ളം ആവശ്യമൊക്കെ വരുന്ന സമയത്ത് തൊട്ടടുത്ത വീടുകളെയൊക്കെ സമീപിച്ച് അവിടെ നിന്നൊക്കെ വെള്ളം കളക്ട് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു ആ ജീവനക്കാർ ഇത്ര കാലം പോയിരുന്നത്. പക്ഷേ ഇന്ന് അവർക്ക് ഇവരുടെ സഹായത്തോടെ അതല്ലെങ്കിൽ ഇവരുടെ ഒരു സന്തോഷം എന്ന രീതിയിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും വെള്ളം ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള സംവിധാനമായി അതൊക്കെ യഥാർത്ഥത്തിൽ ഒരു മാതൃകയാവുന്ന വ്യത്യസ്തമായ ഒരു ആഘോഷം എന്നൊക്കെ പറയാവുന്ന ഒന്ന് തന്നെയാണ്. ഇതിൽ പ്രധാനമായിട്ടും യഥാർത്ഥത്തിൽ ഇത്തരം സർക്കാർ സ്ഥാപനങ്ങൾക്കൊക്കെ സർക്കാർ തന്നെയാണ് സഹായം എത്തിച്ചു കൊടുക്കേണ്ടത്. സർക്കാർ തന്നെയാണ് അവിടെ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത്. പക്ഷേ ഇതിന് ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സാങ്കേതിക തടസ്സങ്ങൾ അവർക്ക് ബോധ്യപ്പെടുകയും എന്നാൽ ഞങ്ങളുടെ വിവാഹ വാർഷികാഘോഷമാണല്ലോ, എന്നാൽ ഇത്തരത്തിലൊരു വ്യത്യസ്തമായൊരു കാര്യം ചെയ്യാം എന്നൊരു ആലോചന വരുമ്പോഴാണ് ഇങ്ങനെയൊരു ദൗത്യവുമായി മുന്നോട്ട് വരുന്നത്. അതുമാത്രവുമല്ല, ഇതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചതും ഈ ദമ്പതികൾ തന്നെയാണ്. ഈ ഓഫീസിലെ എല്ലാ ജീവനക്കാരും ഒക്കെ ചേർന്ന് കേക്ക് മുറിച്ച് മധുരം പങ്കുവെച്ചിട്ടൊക്കെ അവരുടെ വിവാഹ വാർഷികാഘോഷം എന്തായാലും മറ്റുള്ളവർക്ക് കൂടി ഓർത്തിരിക്കാൻ തക്കുന്ന രീതിയിൽ അവരത് ഗംഭീരമായി തന്നെ ആഘോഷിച്ചിരിക്കുകയാണ്.